നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുൻപിലുള്ള നോർത്ത് ഗേറ്റിനടുത്താണ്. എനിക്ക് പുറകു വശത്തായി കാണുവാൻ സാധിക്കുന്നത് നോർത്ത് ഗേറ്റാണ്, അതായത് സമര ഗേറ്റ് എന്നറിയപ്പെടുന്ന നോർത്ത് ഗേറ്റ്. എന്തായാലും ഈ ഗേറ്റ് ഇപ്പോൾ പൂർണ്ണമായും അടഞ്ഞ് കിടക്കുകയാണ്. UDF സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിരുന്നു നോർത്ത് ഗേറ്റ് പൂർണ്ണമായും തുറക്കുകയാണ്. ഇനി പരാതികളും പരിഭവങ്ങളുമായി എത്തുന്ന എല്ലാ ജനങ്ങൾക്കും ഈ ഒരു ഗേറ്റിലൂടെ, അതായത് നോർത്ത് ഗേറ്റിലൂടെ അകത്തേക്ക് കടക്കുവാൻ സാധിക്കുമെന്ന്. എന്നാൽ ആ ഒരു വാക്ക് അന്നാണ് നിലനിന്നത്. അതായത് അന്ന് ആ ഗേറ്റ് പൂർണ്ണമായും 2-3 ദിവസം തുറന്നിരുന്നു. എന്നാൽ ഇന്ന് ഈ ഗേറ്റ് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. അതായത് ഒരു സമരമോ മാർച്ചോ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ അടയ്ക്കുക, അതായത് 2 ബാരിക്കേഡുകൾ വെച്ച് പൂർണ്ണമായും കെട്ടിയടച്ച അവസ്ഥയിലാണ് നിലവിലിപ്പോൾ ഉള്ളത്. ഈ അടുത്ത ദിവസങ്ങളിലൊന്നും തന്നെ സമരങ്ങളൊന്നും തന്നെ നടന്നിരുന്നില്ല. എന്നിട്ട് പോലും ഈ ഒരു ഗേറ്റ് പൂർണ്ണമായും അടച്ചിട്ട സാഹചര്യമാണുള്ളത്. ഇവിടെ പറഞ്ഞു വയ്ക്കാനുള്ളത്, അതായത് UDF സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം എന്താണോ നിലപാട് സ്വീകരിച്ചത്, ആ നിലപാടിൽ ഇപ്പോൾ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇക്കഴിഞ്ഞ ദിവസം SFIയുടെ ഒരു സമരം നടന്നിരുന്നു. അതായത് ഒരാഴ്ചയ്ക്ക് മുൻപാണ് SFIയുടെ സമരം നടന്നത്. അന്ന് ഈ ബാരിക്കേഡുകൾ വെച്ച് ഈ നോർത്ത് ഗേറ്റ് അടച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ഈ ഗേറ്റ് ഇതുവരെയും തുറന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം തന്നെ സെക്രട്ടേറിയറ്റിന് മറുവശത്തുള്ള, അതായത് പുറകു വശത്തുള്ള അനക്സിൻ്റെ അടുത്തുള്ള, അതായത് കൻ്റോൺമെൻറ്റ് ഗേറ്റിലും വലിയ നിയന്ത്രണങ്ങളാണ് നിലവിലിപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മുൻപ് UDF അധികാരത്തിലേറുന്നതിന് മുൻപ് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചെല്ലാം തന്നെ വാതോരാതെ സംസാരിച്ചതാണ്. ഇപ്പോൾ ഒരു മാധ്യമത്തിന് ബൈറ്റ് എടുക്കാൻ, അതായത് മന്ത്രിമാരുടെയോ മറ്റ് ആൾക്കാരുടെയോ ബൈറ്റ് എടുക്കാൻ വേണ്ടി നമുക്ക് ഈ കൻ്റോൺമെൻറ്റ് ഗേറ്റ് വഴി പ്രവേശിക്കണമെങ്കിൽ വകുപ്പുകളുടെയോ അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസിൻ്റെയോ നിർദ്ദേശമില്ലാതെ അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലിപ്പോൾ ഉള്ളത്. അതായത് ആദ്യം സ്വീകരിച്ച നിലപാടല്ല നിലവിലിപ്പോൾ അധികാരത്തിലേറി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം UDFും സർക്കാരും നിലവിലിപ്പോൾ സ്വീകരിച്ച് വരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് പുറകിലുള്ള, അതായത് കൻ്റോൺമെൻറ്റ് ഗേറ്റിന് മുൻവശത്താണ്. ഇവിടെയും വലിയ രീതിയിലുള്ള സുരക്ഷയും അതുകൂടാതെ നിയന്ത്രണങ്ങളുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാധ്യമങ്ങൾക്കും അടക്കം വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഉള്ളിലേക്ക് പ്രവേശിക്കണം എങ്കിൽ വകുപ്പുകളുടെയോ അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഓഫീസുകളുടെയോ നിർദ്ദേശമില്ലാതെ ഇങ്ങോട്ടേക്ക് പ്രവേശനം അനുവദിക്കുന്നതല്ല. അതാണ് നമുക്ക് രാവിലെ ഉൾപ്പെടെ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ സുരക്ഷയാണ് നിലവിലിപ്പോൾ ഇവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. അതായത് മുൻപ് UDF എന്താണോ പറഞ്ഞത്, അതായത് സുഗമമായ പ്രവർത്തനത്തിനും അതുകൂടാതെ മാധ്യമങ്ങൾക്ക് ഏത് സമയവും കയറിച്ചെല്ലാം പ്രതികരണം തേടാം എന്നെല്ലാം തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചെല്ലാം അന്ന് പറഞ്ഞു എങ്കിലും ഇന്ന് ആ നിലപാടിൽ പൂർണ്ണമായ മാറ്റം വന്നിരിക്കുന്നു എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെ വ്യക്തമാവുകയാണ്. എന്തായാലും പറഞ്ഞ വാക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നു, നിലപാട് മാറ്റിയിരിക്കുന്നു. അത് നമുക്കിപ്പോൾ ഇവിടെ നിന്നും വ്യക്തമാവുകയാണ്. വലിയ സുരക്ഷ തന്നെയാണ് സെക്രട്ടേറിയറ്റിൻ്റെ ഈ കൻ്റോൺമെൻറ്റ് ഗേറ്റിൽ നിലവിലിപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ ദൃശ്യം കണ്ടതാണ്, അതായത് സമര ഗേറ്റ്, നോർത്ത് ഗേറ്റ് ആദ്യഘട്ടത്തിൽ തുറന്ന് കിടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അത് പൂർണ്ണമായും അടച്ചിട്ട സാഹചര്യമാണുള്ളത്. സമരങ്ങളൊന്നും തന്നെ ഇല്ലാതിരിക്കുന്ന സമയത്തും നോർത്ത് ഗേറ്റ് പൂർണ്ണമായും അടച്ചിട്ട സാഹചര്യം. എന്തായാലും വലിയ നിലപാട് മാറ്റം തന്നെയാണ് ഈ ഒരു അധികാരത്തിലേറിയതിന് ശേഷം UDF സ്വീകരിച്ചിരിക്കുന്നത്. ഇത്രയും ദിവസമായതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിലാണ് ഇത്തരത്തിൽ വലിയൊരു നിലപാട് മാറ്റം, ഈ നിറം മാറുന്നത് പോലെയുള്ളൊരു നിറം മാറ്റം പോലെയാണ് നിലപാട് മാറ്റം ഉണ്ടായിരിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.